ആദ്യമായിട്ടാണ് വാതിൽ തുറന്നിട്ടിട്ട് ഞങ്ങൾ ഇന്റർ എടുക്കുന്നത് കൊടും കാറ്റില്. എന്റെ പൊന്നോ, നേരത്തെ ഇപ്പൊ ഇത്രയും വാതില് തുറന്നിട്ടുണ്ട്. ഇത് ഞങ്ങളെയും വലിച്ചിട്ട് പോവായിരുന്നു. വാതിൽ തുറക്കാൻ കാരണം അവിടെ തുറന്നിട്ടുണ്ട് കാറ്റ് ഇങ്ങനെ നമ്മളെ ഫ്ലാറ്റത്തെ കാറ്റോ സീനില്. ഈ സിമ്പിൾ ഇട്ട് നിക്കാതെ നീ ചെയ്ത മണ്ടത്തരം പറടാ. ഞാൻ ലോക്കാക്കി ഇരിക്കുക അവിടെ തന്നെ വെച്ച്. സിമ്പിൾ. ഞാനിപ്പോ കീ ചോദിച്ചോണ്ട് കിട്ടി. ഞാൻ കാണിച്ചു ഒരു മിനിറ്റ്, ഞാൻ ലിഫ്റ്റ് ഹോൾഡ് ചെയ്യട്ടെ. എനിക്ക് അങ്ങോട്ട് സൂം ചെയ്യാൻ കഴിയൂല. നീ എന്ത് ഹോൾഡാ ചെയ്തത്? അത് ഞാൻ കൊറേ നമ്മളപ്പോ പോണത് അന്ന് കഴിച്ച സമോസ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഉറങ്ങാൻ വേണ്ടി പോവായിരുന്നു. അപ്പോഴും സമൂസ ചാറ്റ് അപ്പൊ ഓക്കെ നമ്മള് പോയിട്ട് സമൂസ ചാറ്റ് കഴിക്കും ഗൈസ്. ഓക്കെ ഹാപ്പി. ഇവിടെ വെറുതെ ഒരു സോഫ എടുക്കുന്നുണ്ട്. അൽഫി പില്ലോയും ഉണ്ട് 2 ബൈ ദ ബൈ. നല്ല മഴയാണ് ഇവളുടെ അനിയനല്ലല്ലോ, പാത്തുന്റെ ഇവളുടെ കസിൻ ബ്രദർ ഇവിടെ നമ്മളെ എന്ത് പേരുണ്ടായിരുന്നു, മെട്രോയിൽ പടു എന്ന പേര്. അപ്പൊ അവൻ മെട്രോന്റെ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പൊ അവനെ പിക്ക് ചെയ്തിട്ട് വേണം നമുക്ക് പോവാൻ. മൂന്നാറിലേക്ക് പോയാൽ എന്ത് തണുപ്പാണ്. ഓ മൈ ഗോഡ് ഗൈസ്, നല്ല തണുപ്പ്. നല്ല തണുപ്പല്ല, കാറ്റ്. തണുപ്പ് കുഴപ്പമില്ല. ഐ ലൈക്ക് ഇറ്റ്. കാറ്റ് എപ്പോഴും ഈ ഭാഗത്ത് വരുമ്പോ ഭയങ്കര കാറ്റല്ലേ. നമ്മളെ ഫ്ലാറ്റും ആ ഒരു സൈഡിലേക്ക്, അതുകൊണ്ടാണ് അവിടുന്ന് കാറ്റിങ്ങനെ അടിക്കുന്നത്. നമ്മളെ കാറോടുണ്ട്. സമൂസ ചാറ്റ് കഴിക്കാൻ വേണ്ടി മുടി സെറ്റ് ചെയ്താണ്. എന്റെ മുടിയൊക്കെ പോയി. പിന്നെ മഴത്ത് മുടി സെറ്റ് ചെയ്ത് സമൂസ ചാറ്റ് തിന്നാൻ വേണ്ടി ഇറങ്ങാണ് രാത്രി. എവിടുന്ന് കിട്ടരുത് നിനക്ക് ഇങ്ങനത്തെ ഒരു ഹസ്ബൻഡിനെ? പറയുമ്പോ ഇവൻ എന്റെ അടുത്ത് ഇന്നലെ പറഞ്ഞ് എനിക്ക് എന്തെന്നാ സാമ്പാർ കഴിക്കാൻ തോന്നുന്നു പറഞ്ഞിട്ട് ഞാൻ ഇല്ലാത്ത സാധനങ്ങൾ ഓർഡർ ചെയ്ത് അവന് സാമ്പാർ ഉണ്ടാക്കി. അതുകൊണ്ടാണ് ഞാൻ ഇവളൊന്ന് സമൂസ ചാറ്റ് കഴിക്കാൻ കൊണ്ടുപോകുന്നത്. നീ കൊണ്ടുപോയില്ല. സമൂസ ചാറ്റ് കഴിക്കാൻ വേണ്ടി ഇവിടുന്ന് മിനി കൂപ്പറിൽ മാറ്റി രാവിലെ പോവാണ് നിങ്ങൾ ആലോചിക്കണം. രാവിലെ രാത്രി. സോറി ഗൈസ്, എന്തായാലും തള്ളുമ്പോ അവിടുന്ന് വിളിയോട് വിളി അങ്ങോട്ട് തള്ളുമ്പോ അങ്ങോട്ട് എങ്ങനെ തള്ളി ശീലിച്ചു പോയി. തള്ളു അതെനിക്ക് ശീലമില്ലാത്ത കാര്യമാണ്. എന്ത്? അയ്യോ ഗൈസ്, മഴയാണേ നല്ല മഴയാണേ. പച്ച പമ്പില് പച്ച ബസ്. ഇത് അവിടേക്ക് നമ്മളുടെ വെള്ളക്കാര് ഗൈസ്, ഇത് ഇവന് ഓൾറെഡി അടിച്ചതാ. എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു ഒന്നുകൂടെ വീഡിയോയിൽ എടുക്കുന്നു പറഞ്ഞിട്ട് എടുത്തതാ. എടാ ഫ്രഷ് നമുക്ക് 3K അടിക്കാം. കാര്യത്തിൽ എന്നോട് പറഞ്ഞു 3000-4000 ഒക്കെ, എന്നിട്ട് 500 രൂപ പെട്രോൾ എടുത്തിട്ട് ഫിനാൻസ് മിനിസ്റ്റർ ഭയങ്കര ഷോക്കാട്ടാ. അതല്ലേ ട്രാഫിക് ആയതുകൊണ്ടാണ് 500 അടിക്കുന്നത്. കാരണം ഈ 500 അടിച്ച് മെട്രോ സ്റ്റേഷൻ പോയി വരുമ്പോൾ തീരും കഴിയും. നല്ല റോഡാണ് നമുക്ക് ഓരോ അടിക്കുന്നത്. നമ്മള് ഇവിടെ എത്തിട്ടോ. അവള് ചളി എന്ന് പറഞ്ഞ് വലിയ ഇതാക്കാണ്. ചളിയൊന്നുമില്ല. അയ്യോ പടോ, അയ്യോ എന്റെ ഷൂ. ഒരു മിനിറ്റ്, എന്റെ വിലപിടിപ്പുള്ള ഷൂ. അയ്യോ ഇന്ന് സ്പൈഡർമാനൊക്കെ കണ്ടിട്ടുള്ള വരവാണ് ചെക്കൻ. ഞാൻ പോലും കണ്ടില്ല. ഇവൻ സ്പൈഡർമാനൊക്കെ കണ്ട്. നമുക്ക് പോണ്ടേ? കിണ്ണം പടം മസ്റ്റ് വാച്ച്. ആണോ? സസ്പെൻസ് ഒന്നും പറയരുത്. കൃതാർത്ഥനായി. ഇവൻ നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഫുൾ ടൈം സ്പൈഡർമാൻ. ആ ശരി ഞങ്ങൾ അടുക്ക് വരാറുണ്ട്. ആക്ച്വലി ഞാനും സ്പൈഡർമാന്റെ ഫാനാണ്. പക്ഷെ എനിക്ക് പോകാൻ കാണാൻ വേണ്ടി ചാൻസ് കിട്ടില്ല. പക്ഷെ ഞാൻ പോയി കാണും. സ്പോയിലർ ഒന്നും പറഞ്ഞേക്കരുത് കേട്ടോ. ഒന്നും പറയില്ല. ഐ നീഡ് ടു വാച്ച് ദാറ്റ് മൂവി. ഇവള് പിന്നെ അങ്ങനെ ഒന്നുമില്ല. ഇവള് എന്ത് മേനാണേലും ഇവള് എന്റെ പേര് വന്ന് കണ്ടോളൂ. ഞാൻ അവഞ്ചേഴ്സിന്റെ എല്ലാരും കൂടെ ഉള്ളതിന്റെ ഫാനായ. അവള് അവഞ്ചേഴ്സ് ഫാൻ. കാരണം ഞാൻ ആദ്യം തോറിന്റെ ഫാനായിരുന്നു. പക്ഷെ തോറിന്റെ ലവ് ആൻഡ് തണ്ടർ കണ്ടപ്പോ പിന്നെ എനിക്ക് മൂഡ് അങ്ങോട്ട് പോയി. ശരി, സത്യം അത് മൂഡ് പോകാനുള്ള വകുപ്പുണ്ട്. അപ്പൊ നമുക്ക് ഇനി എവിടെയൊക്കെ ഫോർമാളല്ലേ? ലെറ്റ്സ് ഗോ ടു ഫോർമാൾ. എന്റെ ഫോണാ. പാർക്കിംഗ് നമുക്ക് ഇവിടെ ഞാനും കേറാൻ പറ്റോ നോക്കിയേ. നമ്മളിപ്പോ കാർ ഇവിടെ നിർത്തി. മൈ ഗോഡ്, നമ്മളെ സ്വന്തം മുത്തിട്ടോ. ഇവിടെ മൊത്തം ചളിയായിരുന്നു. വന്നപ്പൊക്കെ ഒന്ന് ക്ലീൻ ആയി. ഇനി നമുക്ക് സമൂസ ചാറ്റ് കഴിക്കാൻ പോവാം. എന്തൊക്കെ ആഗ്രഹങ്ങളല്ലേ കുട്ടികൾക്ക്. ഇവിടുന്ന് ലിഫ്റ്റ് കാത്തിക്കണം, അതാണ് അടുത്ത പണി. ഞങ്ങള് ആക്ച്വലി സമൂസ ചാറ്റ് ലുലു എന്നാണ് കഴിച്ചത്. പക്ഷെ ഈ സമയത്ത് ഫ്രൈഡേ നൈറ്റ് കൊച്ചി കൂടെ ട്രാവൽ ചെയ്യാൻ കഴിയില്ല. അപ്പൊ നമ്മൾ ഇവിടെ ഉണ്ടോന്ന് അറിയില്ല. ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാം. ഹൈപ്പറിന്റെ മുമ്പ് തന്നെ ഇതാക്കണ ഒരു കാറ് കഴിച്ചു. ഇത്ര തിരക്കുള്ള ഹൈപ്പറിന് മുമ്പിൽ ഇതാക്കണ കാറ് കൊണ്ടുവച്ചു. അതാ ഞാനും നോക്കണത്. ഇവർക്കൊന്നും വേറെ സ്ഥലമല്ലേ വർക്ക് ചെയ്യാൻ. ആൾക്കാർ നടക്കുന്ന സ്ഥലത്തല്ലേ ഇതൊക്കെ നിർത്തിരുന്നേ. ആ നടത്തം ശരിയല്ല ഗൈസ്. അൽഫി, ആ നടത്തം ശരിയല്ല. നിന്റെ നടത്തം ശരിയല്ല.
നാശത്തിലേക്കാണ് നിന്റെ പോക്ക്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ സാധനം ഇല്ലാന്ന് തോന്നുന്നു. സങ്കടമുള്ള കണ്ണുകൾ കാണട്ടെ. സമൂസ ചാറ്റ് കിട്ടിയില്ല ബേബി. ഇവളുടെ നോട്ടം ശരിയല്ലടാ. സമൂസ ചാറ്റ് കിട്ടാൻ ഞാൻ ഇവള് വീട്ടിൽ സമൂസ ചാറ്റ് ഉണ്ടാക്കും ഗൈസ്. അതാണ് അവളുടെ അവസ്ഥ. കളിപ്പ ഗൈസ്. ഫൈനലി അവളുടെ സമൂസ ചാറ്റ് കിട്ടി. ഇതാക്കണ ഈ ഷോപ്പിലുണ്ടായിരുന്നു. യൂട്യൂബറാണ് ഷോപ്പിൽ സമൂസ ചാറ്റ് കിട്ടി. ക്യൂ നിൽക്കുക എന്നിട്ട്. ഹാപ്പി ആയാ? ഞങ്ങളെ സീറ്റ് പോയി പിടിക്കട്ടെ. അപ്പൊ ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. അവൾ സമൂസ സെറ്റ് വാങ്ങാൻ പോയാണ്. എന്റെ ബേബിക്ക് ഒരു കടനക്കഥ പറയാണ്ട് കയ്യിൽ പൈസ അതായത് ഞാൻ സമൂസ ചാറ്റ് കഴിക്കാൻ വേണ്ടിട്ട് കെട്ടി ഒരുങ്ങി ഇവിടെ വന്നപ്പോ ലുലുവില് സമൂസ ചാറ്റ് കൗണ്ടർ ഇല്ല. എന്നിട്ട് മുകളില് ഇവിടെ വന്ന് സമൂസ ചാറ്റ് കഴിക്കാന്ന് വിചാരിച്ചപ്പോ ഇവിടെ ഞാൻ ഉള്ള തൊട്ട് മുന്നുള്ള ചേട്ടന് ഒരു ജീപ്പ് വർക്കായി. ഞാൻ എത്തിയപ്പോ അവിടെ ജീപ്പ് വർക്കാവുന്നില്ല. അതാണ് നല്ലവരെത്തുമ്പോ ജീപ്പ് അവിടെ വർക്ക് ചെയ്യില്ല. അതാണ്. എന്നിട്ട് ഞാൻ അപ്പുറത്തെ ഷോപ്പിൽ പോയി ചോദിച്ചു. അപ്പൊ അവിടെയും ജീപ്പ് വർക്കാവുന്നില്ല. അപ്പൊ നമ്മൾ നിന്നെ ജീപ്പ് വർക്ക് ചെയ്താണ്. അല്ല, അപ്പൊ അവര് പറഞ്ഞു ഈ ഫുൾ ഷോപ്പിൽ എന്റെ ഷോപ്പില് ജീപ്പ് അടിച്ചു പോയി. ആ മെഷീൻ ഉണ്ടല്ലോ. അല്ല, മെഷീൻ ഇങ്ങനത്തെ സമയങ്ങളിലാണ് എന്നെ വിളിക്കേണ്ടത്. വർക്ക് ചെയ്യാത്ത ജീപ്പ് വരെ അവിടെ വർക്കാവുന്നില്ല. മറ്റേ മെഷീൻ ഉണ്ടല്ലോ ആ മെഷീൻ വർക്കാവുന്നില്ല. ഞാൻ എന്നിട്ട് അപ്പുറത്ത് ഒരു അങ്കിള് പൈസ കൊടുത്ത് സാധനം മേടിക്കുന്നില്ല. അപ്പൊ ഞാൻ അങ്കിളുടെ അടുത്ത് പറഞ്ഞു, അങ്കിള് എനിക്കൊരു 500 ലിക്വിഡ് ക്യാഷ് തരാം, ഞാൻ ഇപ്പൊ തന്നെ ജിപേ ചെയ്ത് തരാന്ന് പറഞ്ഞ അങ്കിളുടെ നമ്പർ മേടിച്ച് അങ്കിളിന് ജിപേ ചെയ്ത് കൊടുത്തു. എന്നിട്ട് സാധനം ബില്ല് ചെയ്തു. ബാക്കി പൈസ സാധനം എത്തിയില്ല. ചിന്തിക്കാം എന്ത് നെഗറ്റീവാണ്. അല്ല, എന്ത് നെഗറ്റീവ് വന്നാലും അങ്ങനെയല്ല. അത് ഓഫാവും. അതല്ല ഞാൻ പറയുന്നത്. നമുക്ക് എന്തൊക്കെ നെഗറ്റീവ് വന്നാലും ലൈഫ് നമ്മൾ എന്തൊക്കെ വന്ന് തളർത്തിയാലും നമ്മൾ അവിടുന്ന് സമൂസ ചാറ്റ് വാങ്ങണം. അത് സമൂസ ചാറ്റ് ആയോണ്ട് അത് നമ്മുടെ ഡ്രീമും എയിമുമാണ്. എയിം എന്തായാലും എയിമിന് പല തടസ്സങ്ങളുണ്ടാവും. ആ തടസ്സങ്ങളെയൊക്കെ വെട്ടിമാറ്റി അടുത്ത വഴികളുണ്ടാവും. ആ വഴി കണ്ടുപിടിച്ച് നമ്മൾ വരും. ഇതൊക്കെ ഒരു സമൂസ ചാറ്റിനാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മളിപ്പോ ഇത് ഇവിടെ നിന്ന് പോയി സമൂസ ചാറ്റ് കിട്ടൂല എന്ന് പറഞ്ഞാൽ നിന്റെ വാക്കും കേട്ട് തിരിച്ച് വീട്ടിൽ പോയിരുന്നെങ്കിലോ? ഇവിടെ മുകളിൽ സമൂസ ചാറ്റ് കിട്ടില്ലായിരുന്നു. അപ്പൊ ഇവിടെ മുകളിൽ വന്നപ്പോ ഇവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒബ്സ്റ്റിക്കിൾസ് 3-4 ഒബ്സ്റ്റിക്കിൾസ് എന്ന് കടന്നു വന്നു. എനിക്ക് മാത്രല്ലല്ലോ തെണ്ടികളോ, തിന്നാലോ. അത് ഇട്ടിട്ട് അത് ടേസ്റ്റ് ഇല്ലെങ്കിലാണ് അടുത്ത നമ്മൾ എന്ത് വിചാരിക്കും? നല്ലതാണെന്ന് വിചാരിച്ചു അങ്ങോട്ട് കഴിക്കും. അങ്ങനെ കഴിക്കാൻ മനസ്സിൽ നമ്മൾ വിചാരിക്കും നല്ലതാണ് നല്ലതാണ്. എന്തായാലും എത്തട്ടെ ഗൈസ്, നമ്മൾ നോക്കട്ടെ. വരുന്നു ഗൈസ് ഫുഡും കൊണ്ട്. അവളുടെ നോട്ടം കണ്ട കിട്ടിയ ഫൈനലി പെണ്ണ് കാണാൻ വന്നപ്പോ നിനക്ക് ചായ തരാൻ പറ്റും. അതെ അതെ, ഇപ്പോഴെങ്കിലും കിട്ടി ഇങ്ങനത്തെ പ്ലേറ്റിലല്ലേ. ഓക്കെ, ദിസ് ഈസ് കോൾഡ് ഞാൻ ടീ ആട്ടോ പറഞ്ഞത്. ടീ അല്ല, ഫിൽറ്റർ കോഫി. സോ ദിസ് ഇസ് ഫോർ മീ ആൻഡ് ദിസ് ഇസ് ഫോർ അൽഫി. നീ കഴിക്കും. കഴിക്കോ. നീ ഫസ്റ്റ് ടൈം ആണ് സമൂസ കഴിക്കുന്നത്? മൈ ഗോഡ്, അടിപൊളിയാ. അത് സമൂസ സമൂസ, ഉള്ളി, മല്ലിയില, അങ്ങനെ കുറച്ച് ഇങ്ങനെ പിക്കി ഇട്ടാണ് ഇവന് കുറെ സാധനങ്ങളൊന്നും തിന്നാൻ. ഞാനും അങ്ങനെ തന്നെ. അത് മുഖത്തൊരു സംതൃപ്തി ഇല്ലല്ലോ. ഞാൻ പറയാം, കൊള്ളാം. ലൈക്ക് ഫസ്റ്റ് ട്രൈ എന്ന രീതിയിൽ ഇറ്റ്സ് ഗുഡ്. ഗുഡ്, ബേബി ഗുഡ്. നിനക്ക് വാവ് അല്ലേ? അൽഫിക്ക് വാവ്, എനിക്ക് ഗുഡ്. അന്നത്തേനെക്കാട്ടും അടിപൊളി ആണോ? ഇത് തൈരാണത്, മറ്റേ പുളിയുള്ള തൈരുണ്ടോ? പക്ഷെ ഒന്ന് സെപ്പറേറ്റ്. ഷോപ്പിംഗ് അല്ല, സമൂസ ചാറ്റ്. എങ്ങനെയുണ്ട് നിന്റെ സമൂസ ചാറ്റ് എക്സ്പീരിയൻസ്? എനിക്ക് ഇഷ്ടപ്പെട്ടു. ലൈക്ക് ഫസ്റ്റ് കുറെ ബൈറ്റ്സ് പോലെ ഒരു മിഡിൽ പോർഷൻ എത്തിയപ്പോ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോഴാണ് നിനക്ക് സോസസ് എത്തിയത്. അപ്പോഴാണ് അവൻ സോസിലേക്ക് എത്തിയത്. അപ്പൊ ഇനി സമൂസ ചാറ്റ് കഴിക്കുമ്പോ മിക്സ് ചെയ്ത് കഴിക്കണം. എനിക്ക് പേഴ്സണൽ സമൂസ ഇഷ്ടമല്ലായിരുന്നു, പക്ഷേ ഞാൻ ഫസ്റ്റ് ടൈം ആണ് കുഴപ്പം കഴിച്ചത്. ഇഷ്ടപ്പെട്ടു. അവന് വണ്ടി അവൻ എടുക്കുന്ന ഷോട്ട് വേണം. അപ്പൊ അവന്റെ നിർബന്ധപ്രകാരം ഉള്ള ഷോട്ടാണ് കഴിച്ചത്. ബെസ്റ്റ്. ഓ, അവൻ എന്തോ കാണിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സൗണ്ടൊക്കെ മാറ്റിയിട്ടുണ്ട്. ഓക്കെ,
അല്ല എടാ ഇത് കംപ്ലൈന്റ് അല്ലടാ, അവൻ മറ്റേ മോഡിട്ടതാ. വണ്ടിക്ക് ആദ്യം ശബ്ദം ഉണ്ടായിരുന്നു. പണി ഇറക്കി എടുത്ത വണ്ടിയോ? അല്ല എനിക്ക് തോന്നി അവന് സൗണ്ട് ഉണ്ടാക്കാനാന്ന്, പക്ഷെ പടു പറയുന്നേ ആ വണ്ടിക്ക് എന്തോ ആക്ച്വലി പൊട്ടും വണ്ടി പൊട്ടും. പക്ഷെ അതിനുള്ള പെട്രോൾ നമ്മളില്ലാത്തോണ്ട് നമ്മള് പൊട്ടിക്കാണ്ട് പോകുന്നില്ല ബേബി. ഓക്കെ, അച്ചടക്കം പാലിക്കുക, പെട്രോൾ ലാഭിക്കുക, ഗവൺമെന്റിന് അധികം പൈസ കൊടുക്കാൻ. മോദിജി പറഞ്ഞിട്ടുണ്ട്. അല്ല ഇപ്പോഴത്തെ പെട്രോൾ എന്തോ ഒരു സാധനം കലർത്തിന്, അതുകൊണ്ട് അധികം പെട്രോൾ അടിക്കേണ്ട കേസ്, പണി വാളുന്നാ കേട്ടത്. എഞ്ചിനൊക്കെ അടിച്ചോൻ ചാൻസ് ഉണ്ട് സീരിയസ്ലി. എത്തനോള് കലർത്തിട്ടാണ് EV വാങ്ങുക. പക്ഷെ EV വാങ്ങുകയാണെങ്കിൽ ഇനി EV-ക്കാരുമായിട്ടുള്ളവരുടെ ടൈപ്പ് ആണെന്ന് പറയാൻ പറ്റില്ല. പെട്രോൾ നീ അവസാനം രാജ്യദ്രോഹിയാവും, നീ മിണ്ടാതിരുന്നു, ഒരുപാട് പറയണ്ട. നമുക്ക് ഇതിനെ പറ്റി ഒരു ഐഡിയ ഇല്ല കേസ്. അറിയാത്ത കാര്യങ്ങൾ നമ്മൾ വിളിച്ചു പറയരുത്. ജാൻമണീനെ പോലെ നമ്മൾ പറഞ്ഞവരെ കേരള. എനിക്ക് കേരള പോകാൻ ഇപ്പൊ നമ്മൾ മിക്കവാറും പോവും. അതെ, ഇറങ്ങാണ്. ഓക്കെ, go? ഇപ്പൊ തൽക്കാലം എങ്ങനെയെങ്കിലും ഒന്ന് ഗ്രൗണ്ട് പിടിക്കാൻ നോക്കാം. അയ്യോ പേടിക്കുന്നുണ്ടോ നിങ്ങൾ? ജീവനിൽ കൊതി. ഫുഡ് കഴിച്ചത് അങ്ങനെ നമ്മൾ ഫ്ലാറ്റിലെത്തി ഗൈസ്. കവാടം തുറക്കുവിൻ അസീസ്. ചേട്ടന്മാർ കൂട്ടില് ചേട്ടൻ പേടിയുണ്ട്, തുറന്ന്